എടി നമുക്ക് ഓട്ടപ്പെടുത്താൻ കളിയാ. നീ എന്നെ പിടിക്കാൻ വന്നേ. അയ്യോ അയ്യോ ഞാൻ വീട് കിടക്കുമ്പോഴാണോടി എന്നെ പിടിക്കടി. എന്നെ കാല് വേദനെടുക്കുന്നു. എന്നെ മണ്ടലോടൊന്ന് കേറ്റടി. നടക്ക്, ഞാൻ നിന്റെ തോളെ പിടിച്ചോളാവേ. മനുഷ്യൻ വീണ് കിടക്കുമ്പോഴാണ് അവൾ പിടിച്ചെന്നാണ് പിടിക്കാൻ പോന്നെ. കൂട്ടിയിറങ്ങി എടി, ഇവിടെ വന്നിരിക്കടി. നമുക്കേ കഥ പറയാം, വായോ. പ്രേതക്കഥ ഞാൻ പറയാവേ. നോ പ്രോബ്ലം, പേടിക്കണ്ട. ഇരിക്കടി ഇവിടെ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരിടത്തൊരിടത്ത് കമല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്കൊരമ്മയുണ്ടായിരുന്നു. അവളുടെ അമ്മ മരിച്ചുപോയി. അപ്പം അവളുടെ ചേട്ടൻ അവളെ എല്ലാ ദിവസവും ആശ്വസിപ്പിക്കുമായിരുന്നു, സാരമില്ലെന്നൊക്കെ പറഞ്ഞ്. ഒരു ദിവസം 12:30 ആയപ്പോൾ അവൾ ഞെട്ടി എഴുന്നേറ്റു. എന്താ ശബ്ദം കേട്ട്? അവൾ എന്നിട്ട് അടുക്കളയിലോട്ട് പോയി. അടുക്കളയിൽ പ്രത്യേകിച്ചുള്ളതൊന്നും കണ്ടില്ല. തിരിച്ചു പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോഴത്തേനും അവൾ കണ്ടത് എന്നൊരു രൂപത്തെയായിരുന്നു. അതാണെങ്കിൽ നീല കളറ് മുഖവും മുടിയൊക്കെ മുമ്പിലോട്ടിട്ടിട്ട് ഏതാണ്ട് ഒരു രാക്ഷസീനെ പോലെയായിരുന്നു. ഏകദേശം ഇതുപോലെ തന്നെ കളറും ഡ്രസ്സിനും ഒക്കെ വ്യത്യാസമുണ്ട്. ആ പ്രേതം നേരെ കമലയുടെ ദേഹത്തോട്ട് കയറി. കമലയ്ക്ക് വേറൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. കമല എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ പെട്ടെന്നായിരുന്നു അവളുടെ ദേഹത്തോട്ട് കയറിയത്. അങ്ങനെ അവൾ കിടക്കാൻ പോയി. അടുത്ത ദിവസം അവളിലുള്ള മാറ്റങ്ങളൊക്കെ കണ്ട് അവളുടെ ചേട്ടൻ ഒരു സന്യാസിനെ വിളിച്ചു. സന്യാസിത ഇതുപോലെ വീടിന് ചുറ്റും കറങ്ങിയിട്ട് കമലേനെ ഒന്ന് നിരീക്ഷിച്ചു. എന്നിട്ട് കമലയോട് തന്നെ ചോദിച്ചു, നീ അവളുടെ ദേഹത്തുനിന്ന് ഒഴിഞ്ഞു പോ. ഇത് കണ്ടപ്പോഴാണ് കമലയുടെ ചേട്ടനും മനസ്സിലായത് അവളുടെ ദേഹത്ത് പ്രേതം കയറിയെന്ന്. പെട്ടെന്ന് ആ സന്യാസി കമലയുടെ ചുറ്റിനും ഒരു വലിയ വൃത്തം വരച്ചു. എന്നിട്ട് പല പൂജകളും ചെയ്ത് അവളോട് പോകാൻ പറഞ്ഞു. പോയില്ല. അങ്ങനെ ആ ഒരു സന്യാസി ആ ആളുടെ കയ്യിലുണ്ടായിരുന്ന ഭസ്മം എടുത്തിട്ട് ഇങ്ങനെ മുഖത്തോട്ടൂതി. നീ ഇപ്പം ചെയ്ത അതേ റിയാക്ഷൻ തന്നെയായിരുന്നു കമലയ്ക്കും. കമലയുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു പ്രേതം ഇതുപോലെ ഇങ്ങനെ ഷൂന്നും പറഞ്ഞു പോയി. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് അവളുടെ ചേട്ടൻ ആരോടും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഒരുപാട് നിലവിളികളും പല കാര്യങ്ങളും ആ ചേട്ടനും താമസിച്ചിരുന്ന വീട്ടിൽ നടന്നിട്ടുണ്ട്. ഈ അയൽവാസികളാണ് ഈ കഥ മൊത്തം പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് സംഭവിച്ചെന്ന് അവരോട് ആ ചേട്ടൻ പറഞ്ഞിട്ടില്ല. എന്തോ ദുരൂഹതയായി ഇപ്പോഴും അത് മറിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തു പറ്റി? പേടിയാവുന്നുണ്ടോ? ഇല്ലല്ലേ? കഥയൊക്കെ കൊള്ളാം, പക്ഷെ ബൊമ്മെന്നുള്ളത് വേണ്ടായിരുന്നു. ഒരെഫക്റ്റ് ഇരിക്കട്ടെ എന്നങ്ങ് വിചാരിച്ച്. എപ്പം പിന്നെ എന്താ ചെയ്യും? ഓട്ടപ്പെടുത്തി കളിക്കാം. ഈ പ്രാവശ്യം ഞാൻ നിന്നെ പിടിക്കാൻ വരാം. കാലിനത്ര ഭയങ്കര വേദനയാണ്, എന്നാലും ഞാൻ ഓടാം. ശരി, ഓക്കെ. 3, 2, 1 സ്റ്റാർട്ട്. ഇത് ഭയങ്കര ഇറക്കം. ആദ്യം പോ. പിടിക്കുന്നില്ല ഞാൻ. പിടിച്ചേ. നീ ഇപ്പം എന്തെങ്കിലും ശബ്ദം കേട്ടോ? ഇതെന്താ നടക്കുന്നേ?